വേദിയിൽ താഹിലി മിലാദ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മദീന കണ്ട കണ്ണിരുവിനെ മുത്തം വെക്കുന്ന ഉവൈസുൽ ഖർനി, മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ല എന്നോതി പലായനത്തിന്റെ പാണ്ഡം കെട്ടിയ ബിലാൽ തങ്ങൾ, ഇറയിൽ സംരക്ഷണമൊരുക്കിയ സ്വദീഖായ സിദ്ദീഖ്, അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു. ഈ അലങ്കാരങ്ങളും കൊട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ്. അതിരിക്കെട്ടാത്ത പ്രേമഭൂമിയുടെ അധിപനോടുള്ള അടങ്ങാത്ത പ്രണയം. അതേ ഹബീബിലേക്കാം താഹിലി മിലാദ് ഫെസ്റ്റിന്റെ വേദിയിൽ ഉദ്ഘാടന സമ്മേളനം. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മിലാദ് ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു സമസ്ത മലപ്പുറം ജില്ലാ മുഷാവറ അംഗം ഷെയ്ഖുന എൻ.എം. ബാപ്പുട്ടി ഉസ്താദ്. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ അസ്സലാമു അലൈക്കും. ബദറിൻ കളത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവര ബദരീങ്ങൾ, കരുത്ത ഇന്റെ തിളക്കും പിരിയം കൊണ്ട് കവൻ പണിന ശുഹദാക്കൾ, അവരാണീ ബദരീങ്ങൾ. അല്ലാഹ് നമഃ. അസ്സലാമു അലൈക്കും. പഠനയല്ല പഠണ്ട ഹലോ സലാം പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ എല്ലാവരും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വീഡിയോ എടുക്കുന്നുണ്ട്. ആ പാട്ട് പാടി വെച്ച് പറഞ്ഞ പാട്ട് പാടി. അമ്പുള്ള ബർമനമുള്ള അമ്പത്ത് ഉളിയാൽ പോമുത്ത് അജറ ഉദരി വിറായി ആദരപ്പൂവിൻ്റെ അയകരും തങ്കപ്പൂ പൂന
السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان صدق الله العلي العظيم. ഉദ്ഘാടന സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നു അബ്ദുറഹ്മാൻ അഹ്സനി, ജനറൽ സെക്രട്ടറി, തഅലീം ക്യാമ്പസ്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പ്രോഗ്രാം, അതിൻ്റെ സമാപന ചടങ്ങിലാണ് നാം ഉള്ളത്. രാവിലെ പ്രവാചക കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രദേശത്തിലൂടെ നടന്നു നീങ്ങിയ ഘോഷയാത്ര എന്തുകൊണ്ടും മനോഹരമായിരുന്നു. ശേഷം എല്ലാ വീടുകളിലേക്കും തബറുക്കിൻ്റെ ഭക്ഷണം വിതരണം നടത്തി. അശ്ർ നിസ്കാര ശേഷം വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികൾ തുടങ്ങി. നമ്മുടെ ഈ പ്രോഗ്രാം അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടന സെഷനിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നീട്ടിയൊന്നും പറയുന്നില്ല.
എല്ലാ രക്ഷിതാക്കളും വളരെയേറെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നത് അവരുടെ മക്കളുടെ കലാപരിപാടികൾ അത് ആസ്വദിക്കാനാണ് രക്ഷിതാക്കളൊക്കെ അധിക പേരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ കടക്കുന്നത്. അതിനിടയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ മദ്രസ തഅലീമുസ് സുന്ന ഈ ക്യാമ്പസ് അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് അഭിമാനമായ ഒരു മഹാ സ്ഥാപനമാണ് നമ്മുടെ ഈ ക്യാമ്പസ്. ചെറിയ സംരംഭമായി ചെറിയ രൂപത്തിൽ തുടങ്ങി ഇപ്പോൾ മനോഹരമായ ബിൽഡിംഗായി മദ്രസയും അതോടൊപ്പം തന്നെ നഴ്സറിയും ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പരിശ്രമം കൊണ്ടും ഹെൽപ്പ് കൊണ്ടും നമ്മുടെ സ്ഥാപനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയും നമുക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാനും സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്താനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നാം ഒന്നിച്ച് ആലോചിച്ച് ഇതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എല്ലാവരും കഠിനമായി പ്രയത്നിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, പ്രവാസി സുഹൃത്തുക്കളുണ്ട്, പ്രസ്ഥാന ബന്ധുക്കളുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്നത്. ഈ മഹത്തായ നബിദിന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന സെഷനിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. ആദ്യമായി ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയരായ പാവട്ടി ഉസ്താദ് അവറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരിക പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും നീക്കി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് അവറുകളെ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്ഥാപനത്തിലെ സദർ ഉസ്താദ് കൂടിയായ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ കുഞ്ഞുസ്താദ് ഉസ്താദിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്ഥാപനത്തെ നല്ല നിലയിൽ നയിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും ഉസ്താദിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ അധ്യാപനം നടത്തുന്ന ആദരണീയരായ ഉസ്താദുമാർ PK അബ്ദുറഹ്മാൻ ഉസ്താദ്, ഇസ്മായിൽ മിസ്ബാഹി ഉസ്താദ്, ഹാഫിദ് ഇസ്മായിൽ മിസ്ബാഹി ഉസ്താദ്, ആഷിഖ് ബുഖാരി, ജാഫർ സഖാഫി, ദക്വാൻ അഹ്സനി ഉസ്താദ് തുടങ്ങി ഇവിടെ അധ്യാപനം നടത്തുന്ന ഉസ്താദുമാർ അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച ഉസ്താദുമാരെയൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഈ ഭാഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ യൂണിറ്റ് നേതാവ് കൂടിയായ അലവി മുസ്ലിയാർ, പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട PT മുഹമ്മദ് അലി ഹാജി, നാട്ടിൽ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ
രംഗത്ത് പ്രവർത്തിച്ച് തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്ത് കെ കുഞ്ഞു മുഹമ്മദ് എന്ന ബാവ, അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തു കൂടിയായ സ്ഥാപനത്തെ എന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിൽ തൻ്റെതായ പങ്കാളിത്തം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കെ ബഷീർ മുസ്ലിയാർ തുടങ്ങിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സിറാജുദ്ദീൻ സഖാഫി, നമ്മുടെ ഈ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ, വൈസ് ചെയർമാൻ കൂടിയായ കെ ടി മുഹമ്മദ് ക, മുസ്ലിം ജമാഅത്തിന് യൂണിറ്റ് നേതാവ് NM കുഞ്ഞുകോയ കാക്ക, തുടങ്ങിയ എല്ലാ നേതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ രക്ഷിതാക്കളെയും, പ്രസ്ഥാന കൂട്ടുകാരെയും, SSF-ൻ്റെയും SYS-ൻ്റെയും ഒക്കെ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സ്വാഗത സംഘം കൺവീനറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ അൻവർ, അങ്ങനെ സ്വാഗത സംഘം ഭാരവാഹികൾ, ഇതിൻ്റെ ഈ പ്രോഗ്രാമിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ച നമ്മുടെ കൂട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സ്ഥാപനത്തെ ഇനിയും നാം നെഞ്ചിലേറ്റണം. തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരും നൽകണം, ചെയ്യണം. അങ്ങനെ സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം. യജമാനായ അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അതുപോലെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ശ്രദ്ധയിൽ തികട്ടി വരുന്നത്, നമ്മുടെ മുമ്പ് കടന്നുപോയ ഒരുപാട് നേതാക്കൾ, ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഉസ്താദ്, അതുപോലെ തന്നെ ഹാജി NM ബാബുട്ടി ഉസ്താദ്, കുഞ്ഞാപ്പു മുസ്ലിയാർ, സൈദലി ഉസ്താദ്, അവരെയൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിൽ മരക്കര കാക്ക, കുഞ്ഞാലൻ കാക്ക, അവർക്ക് സ്ഥാപനത്തിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതിലപ്പുറം പ്രവർത്തിച്ചവരാണ്. അല്ലാഹു തആല അവരൊക്കെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ദീർഘകാലം ഇതിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച് സെക്രട്ടറി പദത്തിൽ അലങ്കരിച്ചിരുന്ന കെ അബ്ദുറഹീമിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശരീരത്തിന് ചെറിയ ക്ഷീണമുണ്ട്. അല്ലാഹു തആല എല്ലാം പൂർണ്ണമായും സുഖപ്പെടുത്തി പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിലെ ഇതിൻ്റെ വിജയത്തിൻ്റെ ഇതിൻ്റെ കളക്ഷന് വേണ്ടി വീടുകളിലൊക്കെ ചെന്നപ്പോൾ പലരും നല്ല സംഖ്യ നൽകി നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഘോഷയാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി നമ്മുടെ പിഞ്ചോമനകളെ വരവേറ്റ പല സുഹൃത്തുക്കളുമുണ്ട്. അവരൊക്കെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അവരാഗ്രഹിക്കുന്നതും പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയവരെല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതഗാനം സൈഫുദ്ദീൻ സഖാവിയും സംഘവും ക്ഷണിക്കുന്നു. ആ പുറത്തുള്ള ആളുകൾക്ക് പരമാവധി ചെയർ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ, ഇശലിന്നീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ. പാരാവാരം മദ്ഹിന്നഴകിൽ ഒഴുകും പൊൻസുദിനം, ഇന്നീ നിശയിൽ തഴലിം സുന്ന തീർക്കും മഞ്ചരികൾ. നീലനിലാവിൻ ചിലഴകൊത്തൊരു പൗർണമി അഴകല്ലേ, നിറവനിയാകി മൗലിദുന്നബി സാഗരമായില്ലേ. ഇന്നാണു മിലാദ് ആനന്ദമീരാവ്, ഇന്നാണു മിലാദ് ആനന്ദമീരാവ്, ഇന്നാണു മിലാദ് ആനന്ദമീരാവ്. പുണ്യ റബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ, ഇശലിന്നീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ, സ്വാഗതമോതുന്നേ. പാരാവാരം മദ്ഹിന്നഴകിൽ ഒഴുകും പൊൻസുദിനം, ഇന്നീ നിശയിൽ തഴലിം സുന്ന തീർക്കും മഞ്ചരികൾ, തീർക്കും മഞ്ചരികൾ. നീലനിലാവിൻ ചേലഴകത്തൊരു പൗർണമി അഴകല്ലേ, നിറവനിയാകെ മൗലിദുന്നബി സാഗരമായില്ലേ, സാഗരമായില്ലേ. ഇന്നാണു മീലാദ് ആനന്ദമീരാവ്, ഇന്നാണു മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്. ഈ അങ്കണം മധുവാകുന്നേ, ഈ സ്വാഗതം കുളിരേകുന്നേ, പൊന്മാനസങ്ങൾ അലിയുന്നേ, തർഹീബിൻ ഗീതികൾ പാടുന്നേ. ഈ അങ്കണം മധുവാകുന്നേ, ഈ സ്വാഗതം കുളിരേകുന്നേ, പൊന്മാനസങ്ങൾ അലിയുന്നേ, തർഹീബിൻ ഗീതികൾ പാടുന്നേ. പ്രസിഡന്റ് അവരാം പാപ്പുട്ടി ഉസ്താദ് അവരിൽ സ്വാഗതമേ, അധ്യക്ഷരാം സദർ ഉസ്താദിൽ ഹൃദയപ്പൂക്കൾ നേരുന്നേ. പ്രാർത്ഥനയാൽ ഇന്നേ സ്വാഗതമോതുന്നേ, പ്രാർത്ഥനയാൽ ഇന്നേ സ്വാഗതമോതുന്നേ. ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്. പുണ്യ റബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ, ഇശലിന്നീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ, സ്വാഗതമോതുന്നേ. സുരരാഗ പല്ലവി പാടുന്നേ, സുമസാഗരം അതിലേറുന്നേ, തിരുകീർത്തനങ്ങൾ ഒഴുകുന്നേ, ഈ സന്ധ്യ നർത്തനമാടുന്നു. സുരരാഗ പല്ലവി പാടുന്നേ, സുമസാഗരം അതിലേറുന്നേ, തിരുകീർത്തനങ്ങൾ ഒഴുകുന്നു, ഈ സന്ധ്യ നർത്തനമാടുന്നു. സെക്രട്ടറിവരാം അബ്ദുറഹ്മാൻ അഹ്സനിയിൽ മധുവാകുന്നേ, ഞങ്ങൾക്കെന്നും നേർവഴി നൽകും ഉസ്താദ്മാരിലും നേരുന്നേ. ആദരവാലിന്നേ സ്വാഗതമോതുന്നേ, ആദരവാലിന്നേ സ്വാഗതമോതുന്നേ. ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്, ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്. പുണ്യ റബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ, ഇശലിന്നീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ, സ്വാഗതമോതുന്നേ. സാമോദവല്ലരി കോർക്കുന്നേ, സ്നേഹാർദ്രമാല
മാലകൾ ചാർത്തുന്നേ പ്രശാന്ത ശീലുകൾ മീട്ടുന്നേ ഹൃദയാന്തരം ശ്രുതി പാടുന്നേ സാമോദവല്ലരി കോർക്കുന്നേ സ്നേഹാർദ്ദമാലകൾ ചാർത്തുന്നേ പ്രശാന്ത ശീലുകൾ മീട്ടുന്നേ ഹൃദയാന്തരം ശ്രുതി പാടുന്നേ സ്വാഗത സംഘം കൺവീനർ അൻവർ സാഹിബിലും മധുഗണമേ സ്വാഗത സംഘമിലംഗങ്ങൾക്കും സംഗമരാഗം പാടുന്നേ സൗഹൃദമാലിന്നേ സ്വാഗതമോതുന്നേ സൗഹൃദമാലിന്നേ സ്വാഗതമോതുന്നേ ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് പുണ്യറബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ ഇശലിനീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ സിന്ദൂരവർണ്ണം പെയ്യുന്നേ അപദാനലങ്കരമാകുന്നേ മന്ദാരരാഗഗീതങ്ങൾ വിരിയുന്ന സാഗരനാമങ്ങൾ സിന്ദൂരവർണ്ണം പെയ്യുന്നേ അപദാനലങ്കരമാകുന്നേ മന്ദാരരാഗഗീതങ്ങൾ വിരിയുന്ന സാഗരനാമങ്ങൾ മുത്ത് ഹബീബിൻ മധുകൾ പാടും വിദ്യാർത്ഥികളെ ഓർക്കുന്നേ മാലകൾ പാടി വാസുരമാക്കിയ വിദ്യാർത്ഥിനികളിലേകുന്നേ ഞങ്ങൾക്കെന്നും തണലായി നിന്നൊരു ഉപ്പമാർക്കും നേരുന്നേ ഉമ്മമാർക്കും ജ്യേഷ്ഠന്മാർക്കും സഹോദരിമാർക്കും നൽകുന്നേ സ്വാഗതഗാനം പാടുന്നേ തിരുസവിധത്തിൽ മാറ്റൊലിയായി കുൻമോനുസ്താദുർമകളായി ഞങ്ങളെന്നും പ്രാർത്ഥനയായി ജന്നത്തിൽ ഒരുമിക്കാനായി തൗഫീഖിനായി കാത്തിരിപ്പാണേ തൗഫീഖിനായി കാത്തിരിപ്പാണേ ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് പുണ്യറബീഇൻ വസന്തരാവിൽ പാടുന്നു ഞങ്ങൾ ഇശലിനീണം മൂളും രാവിൽ സ്വാഗതമോതുന്നേ സ്വാഗതമോതുന്നേ പാരാവാരം മരുകിന്നഴകിൽ ഒഴുകും പൊൻസുദിനം ഇന്നീ ദിശയിൽ തഴലിം സുന്ന തീർക്കും മഞ്ചരികൾ തീർക്കും മഞ്ചരികൾ നീലനിലാവിൻ ചീലഴകൊത്തൊരു പൗർണമി അഴകല്ലേ ഇറവനിയാകെ മൗലിദുൻ നബി സാഗരമാകില്ലേ സാഗരമാകില്ലേ ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ് ഇന്നാണ് മീലാദ് ആനന്ദമീരാവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ദീർഘമായി ഈ വൈകിയ വേളയിൽ ഇവിടെ സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കിയതാണ്.
അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായും അവസാനമായും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നമ്മുടെ മഹത്തായ തഅലീമുസ്സുന്ന മദ്രസ. ഈ മദ്രസ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനെപ്പോലെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ, മക്കളെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാളധികം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുക, അതിൻ്റെ പോരായ്മകളും അതിൻ്റെ കുറവുകളും ശ്രദ്ധിക്കുക, ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഈ മഹത്തായ പരിപാടിയിൽ ഇന്ന് വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ നാടിൻ്റെ മക്കൾ, ഈ മക്കൾക്ക് ഊർജം നൽകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് വെച്ചാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് മാതാവ്, ആരാണ് പിതാവ്, ആരാണ് അയൽവാസികൾ, ആരാണ് സഹോദരിമാർ, ആരാണ് പെങ്ങള്, ആരാണ് ഭാര്യ എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഈ സ്ഥാപനത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് മാത്രമല്ല, ഇതുകൊണ്ട് മാത്രമേ തൻ്റെ ഇടമുള്ള സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്ത് വന്നിട്ടുള്ള മതരംഗത്തും ഭൗതിക രംഗത്തും ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും PhD യുമൊക്കെ നേടിയിട്ടുള്ള ഒരുപാട് മക്കൾ ഈ സ്ഥാപനത്തിൻ്റെ സംഭാവനയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരിവിടുന്ന് പഠിച്ചിറങ്ങി ആ പഠിച്ചതിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പഠനരംഗം പുരോഗമിക്കുന്നതും അവർ പിന്നീട് പഠിച്ചുയരണമെന്ന ഒരു മനസ്ഥിതിയും അതിനുള്ള ഒരു പ്രോത്സാഹനവും അവർക്ക് ലഭിക്കുന്നത് ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ലവരായ മക്കൾ നമ്മുടെ നാട്ടിൽ വളരൽ അനിവാര്യമാണ്. പുറം ലോകത്തെക്കുറിച്ച് നമുക്കറിയാം, എവിടെയും അസ്വസ്ഥതയാണ്. സാംസ്കാരിക മേഖല എന്ന് പൊതുവെ ആളുകൾ മനോഹരമായ പേരിട്ട് വിളിച്ചിരുന്ന ആ മേഖലകൾ വരെ വളരെ വഷളായി മനുഷ്യന്റെ മുമ്പിൽ തലവെക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെല്ലാം ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കപ്പെട്ട ഒരവസ്ഥയിൽ സംസ്കാര സമ്പന്നരായ ഒരു സമൂഹം വളർന്നെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ സമാധാനമുണ്ടാകുകയുള്ളൂ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വളരുന്ന പെൺകുട്ടികൾക്ക് ഇവിടെ നിർഭയരായി റോട്ടിലൂടെ നടക്കണമെങ്കിൽ സംസ്കാരമുള്ള മക്കളെ വളരണം. അങ്ങനെയുള്ള മക്കൾ വളരണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഏത് സമയത്തും ഈ സ്ഥാപനത്തെ നാം സ്നേഹിക്കണം, ഈ സ്ഥാപനത്തിന് നാം സേവനം ചെയ്തു കൊടുക്കണം, ഇതിന് നാം വെള്ളമൊഴിച്ചു കൊടുക്കണം. ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ ഇസ്ലാമികമായി വളർത്തിയെടുക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന നമ്മുടെ വന്യരായ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുമായുള്ള ഒരു കണക്ഷൻ ഏത് സമയത്തും നമുക്ക് വേണം. നമ്മുടെ മക്കൾ എങ്ങനെയുണ്ട്, അവരുടെ പഠനം എങ്ങനെയുണ്ട്, അതിടക്കിടക്കൊക്കെ ഒന്ന് വന്ന് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും പോരായ്മകൾ വല്ലതുമുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളിത്തത്തോടു കൂടി ഉസ്താദുമാരുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളും ആവശ്യമായ സേവനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നാടും മക്കളും നന്നാകുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, ഇതിൽ നിന്ന് പഠിച്ചു പുറത്തു വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം ഇന്ന് ഈ സ്ഥാപനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, പ്രവാസ ലോകത്തും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ
എങ്ങനെയുണ്ട് തഅലീമിലെ നബിദിന പരിപാടി? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിച്ചയച്ച വിവാഹം ചെയ്തുകൊണ്ട് മറ്റു നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള പെൺകുട്ടികളൊക്കെ അവരുടെ ആവേശം കൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി, അത് കേൾക്കുന്നതിന് വേണ്ടി, അതിലെ റിസൾട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിസരത്തും വീടുകളിലും വന്ന് അവർ ഉറക്കമിളച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അവരുടെയൊക്കെ ആവേശം എത്രയാണ്. ഈ ആവേശത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ കൂടി അവരുടെ പിറകിൽ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ച തന്നെ നാൾക്ക് നാൾ നാം പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ആരൊക്കെയാണെങ്കിൽ ആ കരങ്ങൾക്കെല്ലാം അല്ലാഹു കരുത്തേകുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഈ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, അതിനുവേണ്ടി ശാരീരികവും സാമ്പത്തികവുമായി അല്ലാതെയും സേവനം ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നിനക്കറിയുമല്ല അല്ലാഹ്. ആ സേവകന്മാർക്കൊക്കെ മതിയായ പ്രതിഫലം നൽകി അവരുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും പുരോഗതിയും നൽകി സഹായിക്കണേ പടച്ചവണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, 1, 2, 3 ക്ലാസ്സുകളിലെ വാപ്പട്ടി ഉസ്താദ് രക്ഷിതാവിനെ ക്ഷണിക്കുന്നു. ഫാത്തിമ നൗറിൻ എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. പത്താം ക്ലാസ് പൊതുപരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ആയിഷ ഷിഫ എന്നും ഡോട്ടർ ഓഫ് നൂറുദ്ദീൻ എന്നും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ആയിഷ ഷിഫ എന്നും ഡോട്ടർ ഓഫ് നൂറുദ്ദീൻ എന്നും സ്വർണ്ണ പതക്കം കൈമാറുന്നു എന്നും വാപ്പട്ടി ഉസ്താദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 2ാം സ്ഥാനം ഫാത്തിമ ഫഹ്മ സി, ഡോട്ടർ ഓഫ് ഉവൈസ് ചോലക്കൽ. സ്വീകരിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. സമ്മാനദാനം നടത്തുന്നു സദർ ഉസ്താദ്. 7ാം ക്ലാസ്സിൽ 2ാം സ്ഥാനം നേടിയ ഷിഫ്നാൻ സി, സൺ ഓഫ് സുബൈർ ചോലക്കൽ. രക്ഷിതാവിനെ വിദ്യാർത്ഥിയെയും ക്ഷണിക്കുന്നു. സമ്മാനദാനം നടത്തുന്നു സദർ ഉസ്താദ് എന്നും അബ്ദുൽ ഖാദർ മുസ്ലിയാർ. 10ാം ക്ലാസ്സിൽ 2ാം സ്ഥാനം നേടിയ ഫാത്തിമ റുഷ്ദ പി ടി, ഡോട്ടർ ഓഫ് അനസ് പി ടി. രക്ഷിതാവിനെ സമ്മാനദാനത്തിനു വേണ്ടി ക്ഷണിക്കുന്നു.
നൽകുന്നു എൻ.എം. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. 5ാം ക്ലാസ്സിൽ 3ാം സ്ഥാനം അലിഫ ഇഖ്ബാൽ എൻ.എം., ഡോട്ടർ ഓഫ് ഇഖ്ബാൽ എൻ.എം. സമ്മാനദാനം നടത്തുന്നു അബ്ദുറഹ്മാൻ അഹ്സനി, ജനറൽ സെക്രട്ടറി, തഅലീം ക്യാമ്പസ്. സ്വീകരിക്കുന്നതിനു വേണ്ടി രക്ഷിതാവിനെ ബന്ധപ്പെട്ടവരെയും. 7ാം ക്ലാസ്സിൽ 3ാം സ്ഥാനം ഫാത്തിമ സെൻഹ PC. വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. 10ാം ക്ലാസ്സിൽ 3ാം സ്ഥാനം ഫാത്തിമത്തുൻ നാഫില എൻ.എം., ഡോട്ടർ ഓഫ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എൻ.എം. സ്വീകരിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. നൽകുന്നു ജനറൽ സെക്രട്ടറി, തഅലീം ക്യാമ്പസ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മദ്രസ തലത്തിൽ 1ാം സ്ഥാനം നേടിയ 2023-24 അധ്യയന വർഷത്തിൽ മദ്രസാടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം നേടിയ അബാൻ അഹമ്മദ് എൻ.എം., സൺ ഓഫ് നൂറുദ്ദീൻ എൻ.എം. വിദ്യാർത്ഥിക്ക് സമ്മാനം നൽകുന്നു. മുഹമ്മദ് KT, സ്വാഗത സംഘം വൈസ് ചെയർമാൻ. മദ്രസാ തലത്തിൽ 2ാം സ്ഥാനം ആയിഷ ഷിഫ എൻ.എം., ഡോട്ടർ ഓഫ് നൂറുദ്ദീൻ എൻ.എം. സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി രക്ഷിതാവിനെ ക്ഷണിക്കുന്നു. നൽകുന്നു മുഹമ്മദ് KT. ഒന്നാം ക്ലാസ്സിൽ 1ാം സ്ഥാനം നേടി അബാൻ അഹമ്മദ് എൻ.എം. സമ്മാനം നൽകുന്നു അലവി മുസ്ലിയാർ. രണ്ടാം ക്ലാസ് 1ാം സ്ഥാനം ഹാമിദുൽ ഖസാലി എൻ.എം., സൺ ഓഫ് ഡോക്ടർ ഉനൈസ് നോറാനി എൻ.എം. നൽകുന്നു അലവി മുസ്ലിയാർ. 3ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം സെൻഹ കെ. നൽകുന്നു മുഹമ്മദ് അലി ഹാജി PT. 4ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം സബീഹ് അഹമ്മദ് എൻ.എം., സൺ ഓഫ് നൂറുദ്ദീൻ എൻ.എം. നൽകുന്നു മുഹമ്മദ് അലി ഹാജി PT. 6ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം ഹസ്ന നസ്രീൻ കെ, ഡോട്ടർ ഓഫ് നാസർ കെ. നൽകുന്നു EK അബ്ദുൽ അസീസ്, ട്രഷറർ, തഅലീം ക്യാമ്പസ്. 8ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം ഫാത്തിമ നജ്ല എൻ.എം., ഡോട്ടർ ഓഫ് ജുബൈർ നിസാമി. നൽകുന്നു EK അബ്ദുൽ അസീസ്. ഹസ്ന നസ്രീൻ, ഡോട്ടർ ഓഫ് നാസർ കെ. ബന്ധപ്പെട്ടവർ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തണമെന്നറിയിക്കുന്നു. ജിലെന്ന
ഫാത്തിമ നജ്ല എന്നും ഡോക്ടർ ഓഫ് ജുബൈർ നിസാമി. നൽകുന്നു കെ ബാവ. ഒൻപതാം ക്ലാസ് ഫാത്തിമ ഫിദ കെ, ഡോക്ടർ ഓഫ് മുഹമ്മദ് കുട്ടി കെ. നൽകുന്നു ബാവ കെ. +1 ക്ലാസ്സിൽ 1ാം സ്ഥാനം ഹന്ന നസ്രിൻ. ഹന്ന നസ്രിൻ കെ, ഡോക്ടർ ഓഫ് നാസർ കെ. നൽകുന്നു കുഞ്ഞിക്കോയ ഹാജി. നൽകുന്നു കുഞ്ഞിക്കോയക്ക. ഹന്ന നസ്രീൻ, ഡോക്ടർ ഓഫ് നാസർ കെ. ഹസ്ന നസ്രീൻ സമ്മാനം സ്വീകരിക്കണമെന്നറിയിക്കുന്നു. ഒന്നാം ക്ലാസ്സിൽ 2ാം സ്ഥാനം മുഹമ്മദ് ഫൈസാൻ സി, സൺ ഓഫ് ഉവൈസ് ചോലക്കൽ. സമ്മാനം നൽകുന്നു കെ ബഷീർ മുസ്ലിയാർ. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. 2ാം ക്ലാസ്സിൽ 2ാം സ്ഥാനം മുഹമ്മദ് ബസീം യു ടി, സൺ ഓഫ് ഉവൈസ് സഖാഫി. സമ്മാനം നൽകുന്നു ബഷീർ മുസ്ലിയാർ. 3ാം ക്ലാസ്സിൽ 2ാം സ്ഥാനം മുഹമ്മദ് ബിഷർ പി, സൺ ഓഫ് അബ്ദുറഹ്മാൻ അഹ്സനി. സമ്മാനം നൽകുന്നു ഡോക്ടർ ഉനൈസ് നൂറാനി. 4ാം ക്ലാസ്സിൽ 2ാം സ്ഥാനം ഷഫ്ന സി, ഡോക്ടർ ഓഫ് സുബൈർ സി. സമ്മാനം നൽകുന്നു ജാബിർ എൻ എം. സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിനിയെ ക്ഷണിക്കുന്നു. 6ാം ക്ലാസ് 2ാം സ്ഥാനം മർജാന തമീമ എ ടി, ഡോക്ടർ ഓഫ് ഇബ്രാഹിം എ ടി. എട്ടാം ക്ലാസ് 2ാം സ്ഥാനം ഫാത്തിമ സിഫാന എൻ എം, ഡോക്ടർ ഓഫ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എൻ എം. ഒൻപതാം ക്ലാസ് 2ാം സ്ഥാനം ഫാത്തിമ നസ്ല എൻ എം, ഡോക്ടർ ഓഫ് റാഫി സായദി എൻ എം. നൽകുന്നു നൗഫൽ കെ, സെക്രട്ടറി തഅലീം ക്യാമ്പസ്. +1 ക്ലാസ്സിൽ 2ാം സ്ഥാനം ഫാത്തിമ ഷൈമ പി കെ, ഡോക്ടർ ഓഫ് ഷിഹാബ് പി കെ. നൽകുന്നു കെ ഷാഹുൽ ഹമീദ്. വിവിധ ക്ലാസുകളിൽ 3ാം സ്ഥാനം നൽകിയവർക്കുള്ള
ഒന്നാം ക്ലാസ് 3-ാം സ്ഥാനം ഫാത്തിമ അഷ്മില എ. ഫാത്തിമ അഷ്മില എ, ഡോട്ടർ ഓഫ് അൻവർ. സമ്മാനം നൽകുന്നു നൂറുദ്ദീൻ എൻ.എം. രണ്ടാം ക്ലാസ് 3-ാം സ്ഥാനം മുഹമ്മദ് ബിഷർ പി.ഐ. 3-ാം ക്ലാസ് 3-ാം സ്ഥാനം അസ്ന ഇക്ബാൽ എൻ.എം. ഡോട്ടർ ഓഫ് ഇക്ബാൽ എൻ.എം. നൽകുന്നു അബ്ദുൽ അസീസ് കെ. മൂന്നാം ക്ലാസ് 3-ാം സ്ഥാനം അസ്ന 4-ാം ക്ലാസ് 3-ാം സ്ഥാനം മുഹമ്മദ് ഷിഫിൻ ഇ കെ, സൺ ഓഫ് സുലൈമാൻ ഇ കെ. നൽകുന്നു എൻ.എം. യൂസഫ് ബാവ. നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആറാം ക്ലാസ് 3-ാം സ്ഥാനം മുഹമ്മദ് അൽത്താഫ് എൻ.എം. സൺ ഓഫ് അബ്ദുൽ മജീദ് എൻ.എം. നൽകുന്നു എൻ.എം. യൂസഫ് ബാവ. എട്ടാം ക്ലാസ് 3-ാം സ്ഥാനം ഷരീഫത്തു ഷറഫിയ എൻ.എം. ഡോട്ടർ ഓഫ് ബാവ മുസ്ലിയാർ എൻ.എം. നൽകുന്നു അൻവർ കെ, കൺവീനർ സ്വാഗത സംഘം. ക്ഷണിക്കുന്നു. 9-ാം ക്ലാസ് 3-ാം സ്ഥാനം 2 പേർ പങ്കിട്ടിരിക്കുന്നു. ഫാത്തിമ ഫഹ്മിയ ഇ, മുഹമ്മദ് അസ്ലം എൻ.എം. ഫാത്തിമ ഫഹ്മിയ ഇ, ഡോട്ടർ ഓഫ് സിദ്ദീഖ്. മുഹമ്മദ് അസ്ലം എൻ.എം. സൺ ഓഫ് അബ്ദുൽ മജീദ് എൻ.എം. നൽകുന്നു അൻവർ കെ. സ്വീകരിക്കുന്നതിന് വേണ്ടി ഇരുവരെയും ക്ഷണിക്കുന്നു. +1 3-ാം സ്ഥാനം ഫാത്തിമ ഫിദ കെ. +1 3-ാം സ്ഥാനം ഫാത്തിമ ഫിദ കെ. ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. നൽകുന്നതിന് വേണ്ടി യൂനുസ് സഖാഫിയെ ക്ഷണിക്കുന്നു. (2023-24) വർഷത്തിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പേര് വിളിക്കുമ്പോൾ, നിലവിൽ മദ്രസയിൽ 1-ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പേര് വിളിക്കുമ്പോൾ സ്റ്റേജിൽ പോയി സമ്മാനം വാങ്ങണം. മുഹമ്മദ് ഖുബൈബ് എ.ടി, മുഹമ്മദ് മാസിൻ, മുഹമ്മദ് ബിഷിർ കെ. ബിഷിർ നൽകുന്നു സാലിം സഖാഫി സി കെ, SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി. പെൺകുട്ടികൾ 1-ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ റിദ്വ ഫാത്തിമ, ഫാത്തിമ റിഫ കെ, ഫാത്തിമ അലിഹ എൻ.എം., അയാന ഫർവി എൻ.എം. നൽകുന്നതിന് വേണ്ടി റാഫി സഅദി എൻ.എം. ക്ഷണിക്കുന്നു. ഇനി 2-ാം ക്ലാസ്
രണ്ടാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും സ്റ്റേജിൻ്റെ അടുത്ത് എത്തേണ്ടതാണ്. നാസിഹ് എ വി ഇല്ല, ഓക്കെ. സലീൽ അഹമ്മദ് എൻ.എം. പോട്ടെ, പോയി വാങ്ങ്. നഷ്വാൻ മുഹമ്മദ് നഷ്വാൻ കെ, മുഹമ്മദ് ഫൈസാൻ സി, അബാൻ അഹമ്മദ് എൻ.എം., ഷാമിൽ അമൻ കെ ടി, മുഹമ്മദ് നസീഹ് കെ നൽകുന്നു. ആഷിഖ് ബുഖാരി എൻ.എം., ഷാഹിദ് പി, ഷാഹിദ് പ്രസിഡന്റ് SSF വാളക്കുളം സെക്ടർ. പെൺകുട്ടികൾ മിൻഹ, രണ്ടാം ക്ലാസ്സിലെ മിൻഹ. റന ഫാത്തിമ, റന ഫാത്തിമ രണ്ടാം ക്ലാസ്സിലെ. ഫാത്തിമ ഹുദ കെ, ഫാത്തിമ ഹുദ. ഫാത്തിമ അസ്മിലയെ, അസ്മില, 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 പോട്ടെ. അസ്മിലയെ കയറ്. റന, റന കയറ്. അസ്മില. ഹുദ കിട്ടിയിട്ടില്ലല്ലോ, ഹുദ വന്നിട്ടില്ല. സൻഹ കെ, സൻഹ കെ നൽകുന്നതിന് വേണ്ടി സൈഫുദ്ദീൻ സഖാഫിയെ ക്ഷണിക്കുന്നു. ഇനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. മൂന്നാം ക്ലാസ് വരിക. മുഹമ്മദ് ബിഷർ പി ഐ, ബിഷർ പി ഐ ഇല്ല. അഹമ്മദ് ലയാൻ എൻ.എം., അഹമ്മദ് ലയാൻ. മുഹമ്മദ് റബീ എൻ.എം., മുഹമ്മദ് ഫാദി MP, ഹാമിദുൽ ഖസാലി. നൽകുന്നതിന് വേണ്ടി സൽമാൻ അദനിയെ ക്ഷണിക്കുന്നു. മുഹമ്മദ് മുസ്തഫ എൻ.എം., ഫാത്തിമ സൻഹ കെ, ഫാത്തിമ സൻഹ കെ. നൽകുന്നതിന് വേണ്ടി സയ്യിദ് PK ക്ഷണിക്കുന്നു. ഷൻസ മെഹസിൻ PK, ഷൻസ മെഹസിൻ PK. ഷിഫ PK, ഷിഫ വരുന്നുണ്ട്. മിൻഹ കെ. നാലാം ക്ലാസ്സിലെ ആൺകുട്ടികൾ വരി, മൂന്നാള്. ബിഷർ പി നൽകുന്നു. സയ്യിദ് PK. ബിഷർ പി നൽകാൻ വേണ്ടി വിളിക്കണ ആ സമ്മാനം കൊടുക്കാനുള്ള ആളുകൾ പെട്ടെന്ന് എത്തണം കേട്ടോ, നമ്മളെ സമയം അതിക്രമിക്കുന്നു. അൻഷിഫ് കെ, ഷഹൻസാസിൽ. പെൺകുട്ടികൾ ഫാത്തിമ ജസ്റ കെ, റൈഫ റഫീഖ്, റഷ ഫാത്തിമ, റഷ ഇല്ല, ഫാത്തിമ റൈഫ. നൽകുന്നതിന് വേണ്ടി സുഹൈൽ അഹ്സനിയെ ക്ഷണിക്കുന്നു. ഷിഫാന ഷെറിൻ, ഷിഫാന ഷെറിൻ. അസ്ന ഇഖ്ബാൽ. ഫാത്തിമ ജസ കെ, ജസ, ജസ. സഹ്റ ബത്തൂൽ, സൻഹ കെ. മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമുണ്ട് എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഒന്നെങ്കിൽ അവസാനത്തിലായിട്ട് കൊടുക്കും. നമ്മുടെ പരിപാടികൾ ഇനിയും മത്സരങ്ങൾ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നതായിരിക്കും. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ പ്രോത്സാഹന സമ്മാനം. 2023-24 അധ്യയന വർഷത്തിൽ ഫുൾ ഹാജർ വാങ്ങിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം നടക്കുന്നു. ഒന്നാം ക്ലാസ് മിൻഹ കെ. നൽകുന്നു സുബൈർ ചോലക്കൽ. രണ്ടാം ക്ലാസ് ഫാദി MP. വിളിക്കുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ സ്റ്റേജിനടുത്തെത്തേണ്ടതാകുന്നു. മൂന്നാം ക്ലാസ് സെൻഹ കെ. നൽകുന്നു ജാബിർ NM. നാലാം ക്ലാസ് നബീല NM. നൽകുന്നു പീച്ചാവ കെ. അഞ്ചാം ക്ലാസ്
ഷാമിൽ അഹമ്മദ് എണ്ണം. നൽകുന്നു സുഹൈൽ അഹ്സനി. ഫാത്തിമ ഫഹ്മ സി. നൽകുന്നതിന് വേണ്ടി റാഫി അഹ്സനിയെ ക്ഷണിക്കുന്നു. 6ാം ക്ലാസ് സൽമാനുൽ ഫാരിസ് എ, മുഹമ്മദ് നസീൽ എണ്ണം, മുഹമ്മദ് ഷമീം പി കെ. ഏഴാം ക്ലാസ് ഫാത്തിമ നൗറിൻ ഇ. 6ാം ക്ലാസ് സ്വാലിഹ പി. 7ാം ക്ലാസ് ഫാത്തിമ നൗറിൻ ഇ. 8ാം ക്ലാസ് ഫാത്തിമ നജ്ല എണ്ണം. 9ാം ക്ലാസ് ഫാത്തിമ ഫിദ കെ. നസ്ല എണ്ണം. ബന്ധപ്പെട്ടവർ വന്ന് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. 10ാം ക്ലാസ് ലുബാന സി, ഫാത്തിമ ഫിദ സി, സഫ മെഹ്റിൻ എം പി, ഫാത്തിമ അൻഷിദ എ. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളോ മറ്റു വിദ്യാർത്ഥികളോ വന്ന് സമ്മാനം സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. വേദിയിൽ ഉടൻ ആരംഭിക്കുന്നു. സീനിയർ വേദിയിലുടൻ ആരംഭിക്കുന്നു. ജനറൽ കാറ്റഗറി എ ഗ്രൂപ്പ് സോങ് മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. വേദിയിൽ മദ്രസയിലെ ഉസ്താദുമാർക്കുള്ള ഉപഹാരവും കേശപാഠം സമ്മാനിക്കുന്നത് അബ്ദുറഹ്മാൻ അഹ്സനി, മദ്രസ ജനറൽ സെക്രട്ടറി. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉസ്താദുമാരെ ക്ഷണിക്കുന്നു. ഉസ്താദുമാർക്കുള്ള ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നു അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഹാഫിൽ ഇസ്മായിൽ മിസ്ബാഹി. ഉസ്താദ് ദക്വാൻ അഹ്സനി. ഉപഹാരം നൽകുന്നു KT മുഹമ്മദ്, വൈസ് ചെയർമാൻ, സ്വാഗത സംഘം. ഉസ്താദ് ദക്വാൻ അഹ്സനി നൽകുന്നു അലവി മുസ്ലിയാർ, മുസ്ലിം ജമാഅത്ത് ഫിനാൻസ്. ജാഫർ സഖാഫി.
നൽകുന്നു അസീസ് ഇ കെ. എണ്ണം ആഷിഖ് ബുഖാരി നൽകുന്നു കുഞ്ഞിക്കോയക്ക, മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ്. ശ്രദ്ധിക്കുക, വേദിയിൽ കാറ്റഗറി എ ഗ്രൂപ്പ് സോങ് ഉടൻ ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേദിയിൽ